നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കർമ്മ എന്താണെന്നും ആ കർമ്മ എങ്ങനെ വർക്ക് ചെയ്യുന്നുമെന്ന് നോക്കി അല്ലേ. ഇനി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കർമ്മേനെ എങ്ങനെ, അതായത് ബാഡ് കർമ്മ ഉണ്ടെങ്കിൽ അതെങ്ങനെ പോസിറ്റീവ് ആക്കാം, ഈ കാർമിക് എനർജീനെ ബാഡായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആ കാർമിക് എനർജീനെ എങ്ങനെ പോസിറ്റീവ് എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താണ്, ഇതൊരു എനർജിയാണ് അല്ലേ. എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അതായത് നെഗറ്റീവ് ആയിരിക്കുന്ന ഫ്രീക്വൻസിയിൽ നിന്ന് പോസിറ്റീവ് ആയിരിക്കുന്ന ഫ്രീക്വൻസിയിലേക്ക് ചേഞ്ച് ആവണം അല്ലേ. അത് പെട്ടെന്ന് ചേഞ്ച് ആവുന്നൊരു കാര്യമില്ല, പതുക്കെ പതുക്കെയാണ് അത് ചേഞ്ച് ആവുന്നത്. അപ്പം അങ്ങനെ ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, ആ റേഡിയേഷൻ അല്ല ആ കർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യും തോറും അതിനെ പോസിറ്റീവ് ആക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതെങ്ങനെ ചെയ്യണം എന്നതാണ് നമ്മൾ ഈ വീഡിയോ ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കർമ്മ ചേഞ്ച് ആവുന്നത് പെട്ടെന്നല്ല, പതുക്കെ പതുക്കെയുള്ള പ്രോസസ്സാണ്. അതിനൊരുപാട് വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടി വരാം. ഓക്കെ, പക്ഷേ നമ്മളത് ചെയ്യും തോറും എന്തുണ്ടാവും, നമ്മുടെ ആ നെഗറ്റീവായിട്ടുള്ള ഗ്രഹത്തിൻ്റെ കർമ്മങ്ങൾ കുറഞ്ഞ് പോസിറ്റീവായുള്ള കർമ്മങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പതുക്കെ 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 അതങ്ങനെ ഇൻക്രീസായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് നമ്മളെ ആദ്യം നമ്മുടെ ഗ്രഹനിലയിൽ ഏതൊക്കെ കർമ്മങ്ങളാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കണം. ഏതൊക്കെ ഗ്രഹങ്ങളാണ് ബാഡ് കർമ്മ, അതായത് നെഗറ്റീവായിട്ടിരിക്കുന്നത്, ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഗുഡ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ലൈഫിലെ കർമ്മ തന്നെ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മിത്രാസ്ട്ര അക്കാദമിയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ അവിടെ മിത്രാസ്ട്ര അക്കാദമിയുടെ കൺസൾട്ടേഷൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ 4th ബാച്ചിന് മിത്രാസ്ട്ര അക്കാദമിയുടെ 4th ബാച്ചിന് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത്, അതായത് എൻ്റെ കർമ്മ എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഗ്രഹകർമ്മകൾ എന്ന് പറയുന്നത് സൂര്യൻ, രാഹു, ബുധനാണ്. സൂര്യൻ, രാഹു, ബുധൻ, ബാക്കി ഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇത് 3ആണ്. അത് നമ്മുടെ ലൈഫിലെ സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഗ്രഹനിലയും വെച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏതൊക്കെ ഗ്രഹങ്ങളാണ് നെഗറ്റീവ്, എത്രത്തോളം അത് നെഗറ്റീവായിട്ട് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആക്കേണ്ട ഗ്രഹകർമ്മങ്ങൾ ഇത് 3ആണ്, സൂര്യനെയും രാഹുവിനെയും ബുധനെയാണ്. അപ്പോൾ ഈ സൂര്യനെ പോസിറ്റീവ് ആക്കാൻ ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ സംസാരിക്കുന്നത് ഈ ഗ്രഹങ്ങളെ എങ്ങനെ പോസിറ്റീവാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണുള്ളത് ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാൻ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കർമ്മ കണ്ടുപിടിച്ചിട്ട് ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട കർമ്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, കർമ്മം ചെയ്യണം. അതൊന്ന്. അതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മ, അതായത് ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട കർമ്മ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാം. മനസ്സിലായോ? ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാം. അതല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ആ കർമ്മം ചെയ്ത് കിട്ടുന്ന വരുമാനം നമ്മൾ എന്ത് ചെയ്യണം, ആ ബാഡ് കർമ്മ, അതായത് നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ഗ്രഹത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു അല്ലേ. ആ കർമ്മം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വരുമാനം വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഈ നെഗറ്റീവായിരിക്കുന്ന അതേ ഗ്രഹത്തിൻ്റെ റേഡിയേഷനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്തുണ്ടാവും, ഇത് നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മുൻജന്മവുമായി ബന്ധപ്പെട്ട് വന്നതും ഇപ്പോൾ നമ്മുടെ ഈ ലൈഫിൽ ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ടും നമ്മുടെ പൂർവിക കർമ്മയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ഗ്രഹത്തിൻ്റെ കർമ്മ നെഗറ്റീവായത് അല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെയാണ് ഈ കർമ്മം. എന്താണ് ഈ കർമ്മം, ഒരു ലോൺ പോലെയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ആ കർമ്മം ചെയ്യുന്നത് എന്താണ്, ഒരു ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ പൈസ അടയ്ക്കുന്ന പോലെയാണ്. അവിടെ നമ്മൾ മുതലിലേക്ക് അടയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ഒന്നുകിൽ അത് പ്രതിഫലമില്ലാതെ ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ
അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം അതിൻ്റെ അതേ കർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചിലവാക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒന്നാമത്തെ കാര്യമാണ് ചെയ്യുന്നത്. അതായത് ഞാൻ കർമ്മ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് ₹1 പോലും പ്രതിഫലം മോഹിക്കാതെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ വാങ്ങാതെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ മിത്രാഷ്ട്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ക്ലാസ്സുകൾ എടുക്കുന്നതും അവിടെ വരുന്ന കൺസൾട്ടേഷൻ, അവിടെ അക്കാദമിയിൽ വരുന്ന കൺസൾട്ടേഷൻ പേയ്മെൻറ്റ് മേടിക്കുന്ന അക്കാദമിയാണ്, നമ്മളത് സൗജന്യമായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സുകൾ സൗജന്യമായിട്ട് കൊടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ₹1 പോലും പ്രതിഫലം മേടിക്കാതെ ആ കർമ്മം ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ചെയ്യും തോറും ഈ ഗ്രഹത്തിൻ്റെ റേഡിയേഷൻസ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഉള്ള കർമ്മ ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ്റെയും രാഹുവിൻ്റെയും ബുധൻ്റെയും കർമ്മയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുക എന്നതാണ്. സൂര്യൻ എന്ന ഗ്രഹത്തിൻ്റെ കർമ്മയെ പോസിറ്റീവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കാം, അല്ലെങ്കിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ സൂര്യൻ്റെ കർമ്മേനെ പോസിറ്റീവ് ആക്കാം. അതുപോലെ ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് ബുധനാണ്. ഓക്കെ, അപ്പോൾ അറിവിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്തോറും ആ ബുധൻ എന്ന ഗ്രഹം പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ രാഹു എന്ന ഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ സംസാരത്തിലൂടെ, നാക്ക് എന്നത് രാഹു എന്ന ഗ്രഹത്തിൻ്റെ റേഡിയേഷനാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കും തോറും രാഹു എന്ന ഗ്രഹത്തിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ പാട്ടുകൾ പാടുന്നത് രാഹു പോസിറ്റീവ് ആകും. അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ ഒരുപാട് കാരകത്വങ്ങളുണ്ട് ഓരോ ഗ്രഹത്തിനും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഇത് നെഗറ്റീവാന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രഹനില നോക്കിയും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പ്രോബ്ലംസ്, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കിത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കേസിൽ ഇപ്പോൾ സൂര്യൻ നെഗറ്റീവ് ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ നോക്കേണ്ട കാര്യം നമ്മളും നമ്മുടെ അച്ഛനും തമ്മിൽ എങ്ങനെയാണ് ബോണ്ടിങ് എന്ന് നോക്കാം. ഓക്കെ, അച്ഛനായിട്ട് എങ്ങനെയാണ്, നല്ല സൗഹൃദത്തിലാണോ അതോ പ്രശ്നങ്ങളുണ്ടോ, അതോ അച്ഛൻ ചെറുപ്പത്തിലെ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയോ അല്ലെങ്കിൽ അച്ഛൻ ജോലിയുമായി ബന്ധപ്പെട്ട് അകന്ന്, അതായത് അച്ഛൻ സ്നേഹം കിട്ടാതിരിക്കുക, അപ്പോൾ അവിടെ സൂര്യൻ നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അതൊരു സിമ്പിൾ മെത്തേഡാണ്, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാം. അപ്പം അങ്ങനെ സൂര്യൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലംസ് ഇടയ്ക്കിടെ വരുന്നുണ്ടെങ്കിൽ അത് സൂര്യൻ എന്ന ഗ്രഹത്തിൻ്റെ കർമ്മ നമുക്ക് നെഗറ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിൽ അത് നെഗറ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സൂര്യൻ എന്ന എനർജി ഫോഴ്സിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ആ എനർജി ഫോഴ്സ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത് നെഗറ്റീവായിട്ടാണ് അർത്ഥം. ഓക്കെ, അപ്പം അതിന് നമ്മൾക്ക് പതുക്കെ സൂര്യൻ എന്ന ഗ്രഹത്തിൻ്റെ റേഡിയേഷനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും തോറും അതിന് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അതിലൊന്നാമത്തെ മെത്തേഡാണ് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ₹1 പോലും പ്രതിഫലം മേടിക്കാതെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുക. അത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടും കൂടി ആയിരിക്കണം കേട്ടോ. അതായത് ഇപ്പോൾ സൂര്യൻ്റെ റേഡിയേഷൻ നെഗറ്റീവുള്ള ഒരു വ്യക്തി പിന്നെ സൂര്യൻ്റെ റേഡിയേഷനിൽ പ്രോബ്ലംസ് ഉണ്ടാക്കരുത്. ഓക്കെ, അതായത് ഇപ്പം അച്ഛനുമായി പ്രശ്നമുള്ള ഒരു വ്യക്തി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അച്ഛനെ ഉപദ്രവിക്കുക, അച്ഛനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കരുത്. അത് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മുടെ കർമ്മയായതുകൊണ്ടാണ് അവിടെ അത് അങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പിന്നീട് ആ സൂര്യൻ്റെ റേഡിയേഷനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കാതെ അതിനെ പതുക്കെ പോസിറ്റീവാക്കി കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവാക്കി കൊണ്ടുവരാനുള്ള ഈ കാര്യങ്ങളാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോസിറ്റീവാക്കും. മെഡിസിനുമായി ബന്ധപ്പെട്ട്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂര്യൻ്റെ കർമ്മേനെ പതുക്കെ പോസിറ്റീവാക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, പോസിറ്റീവ് ആയില്ലെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്താ, നമുക്ക് ഒരു കർമ്മയുണ്ടെങ്കിൽ ആ കർമ്മ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് സൂര്യൻ ബുധൻ രാഹു കോമ്പിനേഷനിൽ വരുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. പഠിപ്പിച്ചു കൊടുക്കുക അല്ലേ. പഠിപ്പിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ, അത് 3 കോമ്പിനേഷൻ വരും. അറിവ് പഠിപ്പിച്ച് കൊടുക്കുകയാണ്, സംസാരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ എൻ്റെ ലഗ്നം വരുന്നത് വൃശ്ചികത്തിലാണ്. വൃശ്ചികത്തിൽ ഒരു വ്യക്തിയുടെ ലഗ്നം ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി കഴിഞ്ഞ ജന്മം മറ്റുള്ളവർക്ക്
പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും 8ൻ്റെ പണികളും കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ തിയറി വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ മുൻജന്മത്തിൽ ചെയ്ത ആ കർമ്മം നമ്മൾ ഈ ജന്മം എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ മറ്റുള്ളവർക്ക് 8ൻ്റെ പണികൾ കൊടുക്കുകയല്ല വേണ്ടത്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും 8ൻ്റെ പണികളും തീർത്തു കൊടുക്കണം അല്ലേ. അപ്പം അത് തീർത്തു കൊടുക്കാൻ എന്ത് ചെയ്യണം, ആ ഒരു കർമ്മം തീർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോൾ ആ കർമ്മം ഉള്ളതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ മറ്റുള്ളവർ 8ൻ്റെ പണികൾ തീർത്തു കൊടുക്കണം. അപ്പോൾ അതിനാണ് ഞാൻ ഈ കൺസൾട്ടേഷൻ, മറ്റുള്ളവരുടെ കൺസൾട്ടേഷൻ, അതായത് ആസ്ട്രോളജി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് അവരുടെ കർമ്മ പറഞ്ഞു കൊടുത്തും അവരുടെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കാനുള്ള സൊല്യൂഷൻ കൊടുത്തിട്ടും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്നതോറും പിന്നീട് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അത് നമുക്ക് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. ആ മുൻജന്മത്തിലെ ആ കർമ്മനെ നമുക്ക് അതിലൂടെ തീർക്കാൻ പറ്റും. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിൽ നിന്ന് ഒരു പ്രതിഫലം, അതായത് അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നതിന് ക്യാഷൊന്നും മേടിക്കില്ല. അവർ അക്കാദമിയിൽ അല്ലെങ്കിൽ അവർ ഫീസ് അടച്ചിട്ടായിരിക്കും നമുക്ക് കൺസൾട്ടേഷൻ വരുന്നത്. പക്ഷെ നമ്മൾ അതിൽ എന്താ പറയുക, ഇതില്ല. കാരണം നമുക്ക് അതിൽ ഇടപാടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ടാണ് അത് ചെയ്തു കൊടുക്കണം. അപ്പം അങ്ങനെ ഒരുപാട് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതോടും നമ്മുടെ ഈ കർമ്മേനെ നമുക്ക് ബാഡ് കർമ്മനെ കുറച്ച് അത് പോസിറ്റീവ് ആക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്തോറും ഈ കർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിതിങ്ങനെ ചെയ്യുന്തോറും നമുക്ക് മറ്റു പല രീതികളിൽ നിന്നും നമുക്ക് ഉയർച്ചകളും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാരണം ആ സൂര്യനെ നമ്മൾ പോസിറ്റീവ് ആക്കുമ്പോഴും ബുധനെ പോസിറ്റീവ് ആക്കുമ്പോഴും രാഹുവിനെ പോസിറ്റീവ് ആക്കുമ്പോഴും അത് സൂര്യൻ ബുധൻ രാഹുവിൻ്റെ മറ്റു കാരകത്വങ്ങളുമായി ബന്ധപ്പെട്ടും നമുക്ക് പോസിറ്റീവ് ആക്കും. അപ്പോൾ ബുധനെ ഞാൻ അറിവ് കൊടുത്ത് പോസിറ്റീവ് ആക്കുന്നതോറും ആ ബുധൻ കർമ്മ പോസിറ്റീവ് ആയി വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ബാലൻസ് ആയി വരുന്നതിനനുസരിച്ച് ബുധൻ്റെ കർമ്മം ബാലൻസ് ആയി എന്ത് ചെയ്യും, അത് നെഗറ്റീവായി കിടക്കുന്ന ഒന്നിനെ ആദ്യം എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് ആ നെഗറ്റീവിനെ കുറച്ച് കൊണ്ടുവന്ന് പിന്നെ ബാലൻസ് ആക്കി നിർത്താം. ആ ബാലൻസ് ആക്കി നിർത്തുന്നതിലൂടെ എനിക്ക് ഡോക്യുമെൻ്റ് എഗ്രിമെൻറ്റ്, ഞരമ്പ് സ്കിന്നുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എനിക്കോ എൻ്റെ ഫാമിലിയിലോ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ പറ്റും അല്ലേ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലംസ് കുറഞ്ഞു വരും. അപ്പം ഞാൻ ഈ അറിവ് പകർന്നു കൊടുക്കുന്തോറും എൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ആ സ്കില്ല് കൂടിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. ഓക്കെ, അതുപോലെ ഒരുപാട് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ കയ്യിലുള്ള അറിവുകൾ കൊടുക്കുന്തോറും നമുക്ക് അറിവുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് നമ്മളും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ആ ബുധൻ എന്ന ഗ്രഹത്തിന് പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഓരോ ഗ്രഹത്തിനും ഓരോ ആ റേഡിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതോറും പോസിറ്റീവ്. അപ്പോൾ ഇനി ഇതിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം എന്താ, ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കർമ്മ കണ്ടെത്തിയിട്ട്, നമ്മുടെ നെഗറ്റീവ് കർമ്മ കണ്ടെത്തിയിട്ട് ആ കർമ്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ യാതൊരു പ്രതിഫലം മേടിക്കുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ബാഡ് കർമ്മ നെഗറ്റീവ് കർമ്മ കണ്ടെത്തിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കർമ്മം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ വരുമാനം മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് അതേ കർമ്മയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബുധൻ്റെ കർമ്മ ഞാൻ ഇപ്പോൾ അറിവ് പകർന്നു കൊടുത്തിട്ട് അതിൽ നിന്ന് പേയ്മെൻറ്റ് മേടിച്ചിട്ട് ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം, മറ്റു കുട്ടികൾക്ക് പഠനോപകരണങ്ങളോ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോഴും എന്തായിരിക്കും, അപ്പോഴും ഈ കർമ്മ, അതായത് ആ നെഗറ്റീവ് കർമ്മ സ്പീഡിൽ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇത് ഒരുപാട് വർഷങ്ങളെടുത്ത് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ രണ്ട് മെത്തേഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ പോസിറ്റീവ് ആവുന്നതിൻ്റെ സ്പീഡ് കൂടും. ഓക്കെ, നമ്മൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പലിശ അടച്ച് പോകുന്നതും പലിശയും മുതലും ഒരുമിച്ച് അടയ്ക്കാൻ പറ്റുന്നതും രണ്ടാണ് അല്ലേ. പലിശയും മുതലിലേക്കും നമുക്ക് അടയ്ക്കാൻ പറ്റിയാൽ ആ ലോൺ പെട്ടെന്ന് നമുക്ക് അടച്ചു തീർക്കാം. പലിശ മാത്രമാണ് അടയ്ക്കണമെങ്കിലോ ഒരുപാട് ടൈം എടുക്കും അല്ലേ. കാരണം നമ്മൾ അടയ്ക്കുന്നത് മൊത്തം ആദ്യം പലിശയിലേക്ക് പോവാം അല്ലേ. ഇത് തന്നെയാണ് എവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, തൽക്കാലം ഒരാശ്വാസത്തിന് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരു കർമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്, അത് മാത്രമാണ് അവരുടെ വരുമാനമെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർ അതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം എന്ത് ചെയ്യണം, ആ ബാഡ് കർമ്മേനെ പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങളിൽ ഉപയോഗിക്കാം. അങ്ങനെയും ചെയ്യാൻ പറ്റും
അല്ലെങ്കിൽ അവർക്ക് ആ കർമ്മ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇവർ ചെയ്യുന്ന കർമ്മ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ ഒരു ഭാഗം ഇവരുടെ ബാഡ് കർമ്മ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടിരിക്കുന്ന ഗ്രഹം ഏതാണ്, ഗ്രഹത്തിൻ്റെ റേഡിയേഷനുമായി ബന്ധപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത് പതുക്കെ ആവുള്ളൂ. അത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കർമ്മത്തിനെ പോസിറ്റീവ് ആക്കുന്നത്. ബാഡ് കർമ്മേനെ, നെഗറ്റീവ് കർമ്മേനെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റുന്നത്. ഓക്കെ, അതിങ്ങനെ 2 മെത്തേഡുകളോടെ നമുക്ക് സ്പീഡിൽ പോസിറ്റീവ് ആക്കാം. ഇതിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ആദ്യത്തെ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് ചെയ്താലും ആവും. മൂന്നാമത്തെ മെത്തേഡ് ചെയ്താൽ സ്പീഡിലാവില്ല. അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വലിയ പ്രോബ്ലങ്ങളിലേക്ക് പോവാതെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കർമ്മകൾ വ്യത്യസ്തമായിരിക്കും. ഓരോ ഗ്രഹത്തിൻ്റെ കർമ്മയായിരിക്കും പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ അതേതാണ് നമ്മൾ എത്തിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പിന്നെ എന്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രകൃതി നമ്മളെ ഓട്ടോമാറ്റിക് ആ റൂട്ടിൽ കൊണ്ടുപോകും. നമ്മുടെ ലൈഫിൽ ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവന്ന് തരും പ്രകൃതി, നമ്മുടെ ഈ ബാഡ് കർമ്മയുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് നമ്മൾ ചിലവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റൂട്ട് പോകുന്ന ആളുകളുണ്ട്. മിക്കവരിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജാതകം നോക്കാൻ വരുന്നതിൽ മിക്കവരും ഓട്ടോമാറ്റിക്, അവർക്ക് ആ ഒരു അവസരം വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ചിലർക്ക് അത് വഴിതിരി മാറിപ്പോകുന്ന ആളുകളുണ്ട്. അതും അവരുടെ ആ കർമ്മ വിധി അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് ആ ഡൈവേർഷൻ വരുന്നത്. അപ്പോൾ ഡൈവേർഷൻ വരുന്നവരെ വീണ്ടും നമ്മൾ ഇതാണ് കർമ്മ. അപ്പോൾ അതായത് ഇവരുടെ കർമ്മ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് വേറൊരു ജോലിയുണ്ട്. വേറൊരു ജോലി നിന്നുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, പാർട്ട് ടൈം ഒരു ജോലി ചെയ്തിട്ട് ബാക്കിയുള്ള സമയമാണ്, ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കൊരു വരുമാന മാർഗം ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് വിഷയമല്ല. ഇവിടെ ടൈം സ്പെൻഡ് ചെയ്താലും അതെൻ്റെ കർമ്മ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മളും പോകേണ്ടത്. നമുക്കൊരു വരുമാന മാർഗം വേണം, അതിൻ്റെ കൂടെ നമുക്ക് കർമ്മം ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കർമ്മകളെ കുറച്ച് കൊണ്ടുവരാം, പോസിറ്റീവാക്കി കൊണ്ടുവരാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇത് നിങ്ങൾക്ക് പലർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, ബൈ.